ലോകപടം ഹൈപ്പിൽ നിൽക്കുന്ന ഈ ടൈമിൽ നമുക്ക് വാമ്പയർസിലോട്ടൊന്ന് പോയി നോക്കിയാലോ. വാമ്പയർസ് ഹാവ് ഫാസിനേറ്റഡ് ഹ്യൂമൻസ് ഫോർ സെഞ്ചുറീസ്. എല്ലാ കൾച്ചറിലും ചോര കുടിക്കുന്ന ഭയങ്കര സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസ് ഉള്ള ശപിക്കപ്പെട്ട ആത്മാക്കളുണ്ട്. അങ്ങനത്തെ കുറച്ച് സ്റ്റോറീസ് നമുക്ക് ഇന്ന് നോക്കി നോക്കാം. സോ ബിഗ് സ്പോയിലർ ഫോർ ലോക. അപ്പൊ ഇപ്പൊ അടുത്തിറങ്ങിയ ലോക മൂവീസിൽ കുറെ ട്രഡീഷണൽ ആൻഡ് അൺട്രഡീഷണൽ ആയ വാമ്പയർസിന്റെ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതായത് ട്രഡീഷണലിലും വാമ്പയറിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേക്ക് ത്രൂ ഹാർട്ടാണ്. അതുപോലെ തന്നെ വെരി സിമിലർ ആയ ഒരു ഡിറ്റാച്ചബിൾ ബ്ലേഡ് ഉള്ള കത്തി, അതുപോലെ തന്നെ ക്ഷണിച്ചാമത്രൂള്ളിലേക്ക് വരുന്ന ഒരു യക്ഷി, സൂര്യനിലെ വെളിച്ചീശുള്ള കുറെ ബീം, അതുപോലെ തന്നെ ഇവരെ ആനിമൽസിനെ ഡിറ്റക്ട് ചെയ്യാനും പറ്റും. അതുപോലെ ഒന്നാണ് പാലപ്പൂ നമുക്ക് പലയിടത്തും കാണാൻ പറ്റും. ഇനി ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പറയേണ്ട വേറൊരു സാധനമാണ് ക്ലീശ തകർക്കുന്ന സീൻ. കുരിശിന്റെ കമ്മലുള്ള ചാത്തനും അതുപോലെ യക്ഷിയുടെ ഫ്രണ്ടായ കന്തനാരും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവർക്ക് കിട്ടിയിട്ടുള്ള സൂപ്പർ ഹീറോ പരിവേഷവും. ഇത് പറയുമ്പോൾ പറയേണ്ട മറ്റൊരു സാധനമാണ് 2020 BBC നെറ്റ്ഫ്ലിക്സ് പ്രൊഡക്ഷനിൽ വന്ന ഡ്രാക്കുള സീരീസ്. ഇവിടെ നമുക്ക് പല ക്ലീശ തകർക്കുന്ന സീനുകൾ കാണാൻ പറ്റിയിരുന്നു. ഡ്രാക്കുളയ്ക്ക് സൂര്യനോടുള്ള ആ ഒരു പേടി, ഇറ്റ് വാസ് ഓൾ ഇൻ ഹിസ് മൈൻഡ്. അതുപോലെ തന്നെ പണ്ട് തൊട്ട് പാവങ്ങളുടെ ചോര കുടിച്ചിരുന്ന ഡ്രാക്കുളയുടെ മനസ്സിൽ ക്രോസിനോടുള്ള പേടി ആ ദൈവത്തിനോടല്ല, അവരെ പണ്ട് ഒപ്രസ് ചെയ്തിരുന്ന ചേർച്ച് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റിനോടാണ് എന്നുള്ള ഒരു ക്ലീഷേ ബ്രേക്കിംഗ് സീൻ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇവിടെ ഡ്രാക്കുളയെ കൊല്ലുന്നത് ഹാർട്ട് കൂടെ പോകുന്ന സ്റ്റേക്ക് അല്ല, ക്യാൻസറസ് ബ്ലഡ് ആണ്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു കാര്യം, എല്ലാ കൾച്ചറിലും ഇതുപോലെ ഓരോ പ്രേതങ്ങളോ യക്ഷികളോ എക്സിസ്റ്റ് ചെയ്തിരുന്നു. ഈസ്റ്റേൺ യൂറോപ്പിൽ അവർ പേടിച്ചിരുന്ന വാമ്പയർസിനാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ സെഡക്ട്രസ് ആയ ആൾക്കാരെ വശീകരിച്ചു കൊല്ലുന്ന യക്ഷികളായിരുന്നു. ഇനി ചൈനയിലൊരു നോട്ടുവാണെങ്കിൽ ജിയാങ്ഷി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ സ്റ്റിഫ് കോപ്സ്, ഹോപ്പിംഗ് കോപ്സ് എന്ന് അറിയപ്പെടുന്ന ഇവർ ഒരു റിയാനിമേറ്റഡ് കോപ്സ് ആണ്. ഇവർ ആ സ്റ്റിഫ് ബോഡി കാരണം ഒരു ഹോപ്പിംഗ് മോഷനിൽ വന്ന് ഇവർ ആൾക്കാരുടെ ലൈഫ് ഫോം എടുത്തോണ്ട് പോകും. ഇനി ഫിലിപ്പീൻസിലോട്ട് നോക്കുവാണെങ്കിൽ അശ്വാങ് എന്നറിയപ്പെടുന്ന ഇവർ ഓടിയനെ പോലെ ഷേപ്പ് ഷിഫ്റ്റേഴ്സ് ആണ്. ഇവർ പട്ടിയായും വവ്വാലായും സ്ത്രീകളായും ന്യൂബോൺ കുഞ്ഞുങ്ങളായും വരെ ഇവർ ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യും. ഇനി വെസ്റ്റ് ആഫ്രിക്കയിൽ നോക്കുവാണെങ്കിൽ മരത്തിനുള്ളിൽ ഇരുമ്പ് പല്ലുകളും കൂർത്ത കാലുകളുള്ള ഇവർ താഴെ കൂടെ നടക്കുന്ന മനുഷ്യന്മാരെ എടുത്തോണ്ട് പോകും. ഇവരാണ് അസസബോക്ഷം. ഇനി കരീബിയൻസിലാണെങ്കിലോ രാത്രിയോടെ സ്കിൻ പോലും പൊഴിച്ചു കഴിയുന്ന അഗ്നികോളങ്ങളായി നടക്കുന്ന മനുഷ്യന്മാരെ കൊല്ലുന്ന വിച്ച് അല്ലെങ്കിൽ ഒരു വാമ്പയർ സ്ത്രീ, ഇവരെ പറയും സുക്കോയിന്റ്. അങ്ങനെ പല പല കഥകൾ, പല പല ട്രഡീഷണൽ. ഇനി റിയൽ ലൈഫിലോട്ട് വരുവാണെങ്കിൽ പല അസുഖങ്ങളുടെ ആ സ്റ്റാർട്ടിങ്ങിലുള്ള പ്രോസസ്സിനെ ആൾക്കാർ വിചാരിക്കുന്നത് വാമ്പയർ ആവുന്ന പ്രോസസ്സിന്റെ ഇനീഷ്യേഷൻ ആയിരുന്നു എന്നുള്ളത്. മരുന്ന് ഡെവലപ്പ് ആവുന്നതിന്റെ കുറെ മുന്നേ ഈ ട്യൂബർകുലോസിസ് റാബിസിന്റെ ഒക്കെ വിക്ടിം ആയിരുന്നു ഇതിന്റെ പ്രധാന ആൾക്കാർ. ഇതിന്റെ ഒക്കെ സിംറ്റംസ് ആയിരുന്ന ലൈറ്റ് സെൻസിറ്റിവിറ്റി, ടിംഗ്ലിംഗ്, ഇച്ചിങ്, ബേണിംഗ് പെയിൻ, ഫറ്റീഗ്, കഫിംഗ് ബ്ലഡ്, ഹാലൂസിനേഷൻ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ഫിയർ ഓഫ് വാട്ടർ, ഫിയർ ഓഫ് ഡ്രാഫ്റ്റ്, വെയിറ്റ് ലോസ്, അങ്ങനെ പലതും. ഈ വാമ്പയർ ആവുന്ന പ്രോസസ്സിന്റെ ആ സ്റ്റാർട്ടിംഗ് ഫേസ് ആണെന്നാണ് ആൾക്കാർ വിചാരിച്ചിരുന്നത്. ഇനി ഇത് കാരണം മരിക്കുന്ന ആൾക്കാരുടെ കല്ലറകൾ കുത്തി തുറന്നതിൻ്റെ ഉള്ളിൽ വെളുത്തുള്ളിയും അതുപോലെ തന്നെ അവരുടെ ഹാർട്ടിലൂടെ ഒരു സ്റ്റേക്കും അടിച്ചിട്ട് അവർ വീണ്ടും അടച്ചു വെച്ചിരുന്നത്. എന്തിന്? വാമ്പയർസ് ആവാതിരിക്കാൻ. സയൻസ് തൊട്ട് ഫോക്ലോർ വരെ, കേരളം തൊട്ട് അങ്ങ് യൂറോപ്പ് വരെ ഈ പ്രേതങ്ങളെല്ലാം നമ്മുടെ ഏറ്റവും പഴയ പേരുകളിൽ ഒന്ന് തന്നെയാണ്. എന്നിട്ട് അവർ ഇന്നും തുടരുന്നു. ചിലപ്പോൾ അവർ നമ്മുടെ ഇടയിൽ തന്നെ ജീവിക്കുന്നുണ്ടാവും, നമ്മളിൽ ഒരാളായിട്ട്. പ്രൂവിങ് ദാറ്റ് സംടൈംസ് സ്റ്റോറീസ് ആർ ട്രൂലി ഇമോർട്ടൽ.